നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. രാജ്യത്ത് നിലവിൽ ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ളത് കേരളത്തിൽ. തടവിൽ കഴിയുന്ന മാവോയിസ്റ്റ് രൂപേഷിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലും നിരാഹാര സമരം തുടർന്ന് രൂപേഷ്. കരുവന്നൂർ കേസിൽ CPIM നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കിയ EDയുടെ നിലപാടിനെതിരെ CPIM. മാള ടൗണിൽ CPIM പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്നും നിർദ്ദേശമുണ്ട്. രാജ്യത്ത് നിലവിൽ ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ളത് കേരളത്തിലാണ്. 430 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജലദോഷം, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതു സാഹചര്യം വിലയിരുത്തി. വൈറസിനു വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയാനുള്ള സാമ്പിൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് നിലവിൽ ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ളത് കേരളത്തിലാണ്. 430 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് രോഗബാധിതർ ഏറെയും ഉള്ളത്. സംസ്ഥാനത്ത് 2 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. എങ്കിലും നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. മീഡിയ ടൈം, കൊച്ചി. തടവിൽ കഴിയുന്ന മാവോയിസ്റ്റ് രൂപേഷിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ആശുപത്രിയിലും രൂപേഷ് നിരാഹാര സമരം തുടരുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ രൂപേഷ് നിരാഹാര സമരത്തിലാണ്. വിയ്യൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനായ രൂപേഷിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ജയിലിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ രൂപേഷ് നിരാഹാര സമരത്തിലാണ്. ജയിൽ ഡോക്ടർ രാവിലെ നടത്തിയ പരിശോധനയിലാണ് രൂപേഷിനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചത്. രൂപേഷ് എഴുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ടാണ് നിരാഹാര സമരം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച രൂപേഷിനെ മെഡിസിൻ, കാർഡിയോളജി, അസ്ഥിരോഗ വിഭാഗം, ENT വിഭാഗത്തിലെ ഡോക്ടർമാർ പരിശോധനയ്ക്ക് ശേഷം അഡ്മിറ്റാക്കുകയായിരുന്നു. ആശുപത്രിയിലെ ജയിൽ സെല്ലിൽ സ്വായത്ത സ്പെഷ്യൽ പോലീസ് സംഘത്തിന്റെ സുരക്ഷാ വലയത്തിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ആശുപത്രിയിലും ഭക്ഷണം കഴിക്കാതെ നിരാഹാരം തുടരുകയാണ്. മീഡിയ ടൈം, തൃശൂർ. കരുവന്നൂർ കേസിൽ രാഷ്ട്രീയ പ്രേരിതമായി CPIM നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കിയ EDയുടെ നിലപാടിനെതിരെ CPIM മാള ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. CPIMന്റെ ജില്ലാ സെക്രട്ടറിയായിരുന്ന മുൻ മന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവ് K കരുണാകരൻ്റെ മകനെ വടക്കാഞ്ചേരിയിൽ മലർത്തിയടിച്ച ഇന്നത്തെ കുന്നംകുളം MLA സഖാവ് AC മൊയ്തീനെയും ഇതുപോലെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാനുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. 2 ടേം CPIMനെ നയിച്ച ട്രേഡ് യൂണിയൻ രംഗത്തെയും പാർട്ടി രംഗത്തെയും പ്രഗത്ഭനായ 9 തവണയാണ് ED സഖാവ് വർഗീസേട്ടനെ, സംസ്ഥാന കമ്മിറ്റി അംഗമായ വർഗീസേട്ടനെ ED ആഫീസിൽ വിളിച്ച് അപമാനിച്ചത്. TP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബിജു ഉറുമിസ്, സലീം പള്ളിമുറ്റത്ത് എന്നിവർ സംസാരിച്ചു. മാളയിൽ അപകടത്തിൽ പരിക്കേറ്റയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. മാള കനകക്കുന്ന് ആലങ്ങാട്ടുകാരൻ ഉമ്മറിൻ്റെ മകൻ 57 വയസ്സുള്ള നസീറാണ് മരിച്ചത്. വടമയിൽ ചൊവ്വാഴ്ചയാണ് സംഭവം. ചാലക്കുടിയിലേക്ക് പോവുകയായിരുന്ന നസീറിൻ്റെ ബൈക്കും എതിർദിശയിൽ നിന്നെത്തിയ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാലിനും കൈക്കും പരിക്കേറ്റ നസീറിനെ ഉടൻ നാട്ടുകാർ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. എക്സ്റേ എടുത്ത ശേഷം ഇവിടെ നിന്നും
ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നതിനുള്ള ആംബുലൻസിൽ കയറ്റിയ ഉടനെ അസ്വസ്ഥത പ്രകടിപ്പിച്ച നസീറിനെ തിരിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അല്പസമയത്തിന് ശേഷം മരിക്കുകയായിരുന്നു. കൊച്ചി ഇടപ്പള്ളിയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ നിരവധി വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടപ്പള്ളിയിൽ നിന്നും പൊക്കാട്ടുപടി റോഡിലേക്ക് കയറിയ കാർ നിയന്ത്രണം വിട്ടു ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും തുടർന്ന് മറ്റൊരു ഓട്ടോയെയും റോഡിനോട് ചേർത്ത് വച്ചിരുന്ന പാചകവാതക സിലിണ്ടറുകളെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പിന്നീട് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥലത്ത് പോലീസ് എത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണ്. അപകട കാരണം വ്യക്തമല്ല. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് ഏകദിന ക്യാമ്പ് നടന്നു. പ്രധാനാധ്യാപിക US ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതിനൊത്ത് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം. ഗവൺമെന്റ് ഇത്രയധികം പണം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് നിങ്ങളെ നമ്മുടെ കുട്ടികള് മിടുമിടുക്കന്മാരായിട്ട് വരണം എന്ന് കരുതിയിട്ടാണ്. അപ്പൊ ഇത്തരം ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. മാത്രമല്ല, കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികളെ എന്ത് ചെയ്തിട്ടുണ്ട്, സംസ്ഥാന തലത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? ക്യാമ്പുകളിൽ പങ്കെടുത്തൊക്കെ ഓർമ്മയില്ലേ? റിസോഴ്സ് പേഴ്സൺ MU സുരേഷ് ക്ലാസ് നയിച്ചു. DSLR, ക്യാമറ, വീഡിയോ എഡിറ്റിംഗ് എന്നിവയിൽ കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകുന്ന ഏകദിന ക്യാമ്പാണ് നടന്നത്. പിന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സൗണ്ട്. DSLR ക്യാമറ ഉപയോഗിച്ച് ചെയ്യുന്ന കുട്ടികളാണ്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് മാത്രമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. രാജ്യത്ത് നിലവിൽ ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ളത് കേരളത്തിൽ. തടവിൽ കഴിയുന്ന മാവോയിസ്റ്റ് രൂപേഷിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലും നിരാഹാര സമരം തുടർന്ന് രൂപേഷ്. കരുവന്നൂർ കേസിൽ CPIM നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കിയ EDയുടെ നിലപാടിനെതിരെ CPIM. മാള ടൗണിൽ CPIM പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.